Good afternoon, viewers. The last minute Nifty collapse in the kandad. That means what I can understand is that no one is taking position tomorrow. So that is the main reason. അത് മെയിൻലി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇസ്രായേൽ ഇസ്രായേൽ ദേ വാണ്ട് മിഡിൽ ഈസ്റ്റിലെ ഓർഡർ എങ്ങനെ വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഇസ്രായേൽ സെൻട്രിക് ആണ് ഇസ്രായേലിന് ആവശ്യം, നോട്ട് ടു അതർ കൺട്രീസ്. സോ അതുകൊണ്ടായിരിക്കണം ഇറാനൊരു പ്രൊലോങ്ഡ് ഐസൊലേഷനിൽ കൊണ്ടുവന്നു. പിന്നെ ഇസ്രായേലിൽ നിങ്ങൾ നോട്ടീസ് കഴിഞ്ഞാൽ വെനവർ ഇറാൻ കംസ് to a negotiation table with US, ഇസ്രായേൽ ഓൾവേസ് ഒബ്ജക്റ്റ് ദാറ്റ് തിങ്. പിന്നെ ഇസ്രായേലിന് ഇവരൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇറാൻ, സൗദി അറേബ്യ ഇതൊക്കെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ്സ് ആണ്. തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദ കൺട്രി ഈസ് റൂൾഡ് ബൈ സർട്ടൻ റിലീജിയസ് ലോസ് ആൻഡ് സം സോർട്ട് ഓഫ് റിലീജിയസ് ലീഡേഴ്സ് റണ്ണിങ് ദ കൺട്രി. ഫോർ എക്സാമ്പിൾ വത്തിക്കാൻ ഈസ് ഓൾസോ എ തിയോക്രാറ്റിക് സ്റ്റേറ്റ്. സോ അതുകൊണ്ടായിരിക്കണം റഫ്സൻജാനി പഴയ ഇറാൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു തോന്നുന്നു. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഫോറിൻ പോളിസിയും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവർ ഐഡിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് വി ഷുഡ് ആക്ട് അക്കോർഡിംഗ് ടു ദി ഇസ്ലാമിക് ലോസ്. അതിന് ഇസ്ലാമിൽ പറയുക വസീഫത്ത് എന്നാണ് പറയാം. സോ അത് വേറൊരു പിന്നെ അഹമ്മദ് നജാദി എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു ഇറാൻ്റെ ലീഡർ ഉണ്ടായിരുന്നല്ലോ, അയാൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ വൈ ദ അറബ്സ് വാണ്ട്സ് ടു സഫർ. നിങ്ങൾ പിന്നെ ഈ ഹോളോകാസ്റ്റ് ഉണ്ടാക്കിയത് ജർമ്മനിയിലെ ജ്യൂസും യൂറോപ്പിലുള്ള ആൾക്കാരുമാണ്. അതിനു വേണ്ടിയിട്ട് എന്തിനാണ് പിന്നെ പലസ്തീനുകളെ സഫർ ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾക്ക് ഏതെങ്കിലും ഹോളോകാസ്റ്റ് ഇൻസിഡൻറ്റ് പലസ്തീനിലോ അല്ലെങ്കിൽ ആ റീജിയനോ നടന്നതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ള അഹമ്മദ് നിജാദ് പണ്ട് ചോദിച്ചു. പക്ഷേ നാസി ജർമ്മനി ചെയ്ത് ഈ ഹോളോകാസ്റ്റിന് വേണ്ടിയിട്ട് വൈ ദേ വാണ്ട് ടു കിൽഡ് അറബ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അഹമ്മദ് നജാദ് പണ്ട് ചോദിച്ചിരുന്നു. പക്ഷേ ഇതിനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാനെ പറ്റി ഒന്ന് നോക്കാൻ വെച്ചാൽ 1970 ഡ്യൂറിങ് ദ ടൈം ഓഫ് ഷാ ഇറാൻ പ്രൊഡ്യൂസ് മോർ ഓയിൽ ദാൻ ഇറ്റ് ഡസ് ടുഡേ. ആൻഡ് അവരുടെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ വളരെ കുറവായിരുന്നു. ആക്ച്വലി ഇറാൻ അന്ന് കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ ഇപ്പം എന്ന് വെച്ചാൽ ഇറാൻ ഈസ് ഗോയിങ് ടു എ ന്യൂക്ലിയർ ആയത്തുള്ള മാറെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതും റിസ്ക്കാണ്. സോ ബേസിക്കലി വാട്ട് ഇറാൻ ഈസ് ലുക്കിംഗ് ഈസ് ഫ്രം ദ വാർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ദേ വാണ്ട് ടു ഡിസ്ട്രോയ് ദി ഗ്ലോബൽ എക്കണോമി ആൻഡ് എവറിവെയർ ദി ഇൻഫ്ലേഷൻ ഷുഡ് ഗോ അപ്പ്, ഗ്രോസറി പ്രൈസ് ഷുഡ് ഗോ അപ്പ്. ഇപ്പോൾ അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഇൻഫ്ലേഷൻ അധികമാക്കുക, എക്കണോമി ഡിസ്ട്രോയ് ചെയ്യുക. സോ അതുകൊണ്ട് ഫൈനലി ട്രംപ് ഹാസ് ടു വിഡ്രോ ഫ്രം ദ വാർ. അതാണ് അവരെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ GCCയിലൊക്കെ അവർ അറ്റാക്ക് ചെയ്യുന്നത്.